നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്തൊക്കെയോ തിരിമറികൾ നടന്നിട്ടുണ്ട്. വരുൺ കണ്ടതും ഇഷ്ടപ്പെട്ടതും ഈ പെണ്ണിനെ അല്ലെന്ന് അവൻ തറപ്പിച്ചു പറഞ്ഞു. വേറെ ആരാ? അവനൊരു പെണ്ണുണ്ടോ? നിങ്ങൾക്ക് വേറെ ജോലിയുണ്ടോ? ഇനി എല്ലാരും കൂടി അങ്ങനെ ഒരു പെണ്ണിനെ സൃഷ്ടിക്കാൻ പോവുകയാണോ? ഇതൊന്നുമല്ല കാര്യം. എനിക്ക് തോന്നുന്നത് വരുണിന്റെ മനസ്സ് മാറിയെന്ന്. ഒരു പാവപ്പെട്ട വീട്ടിൽ നിന്ന് കല്യാണം കഴിക്കുന്നത് ഹീറോ ആവുന്നതൊക്കെ പറഞ്ഞു നടക്കാൻ എളുപ്പമാണ്. പക്ഷെ ജീവിതകാലം മുഴുവനും അങ്ങനെ ഒരു പെണ്ണിനെ ചുമക്കുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. അത് തന്നെയായിരിക്കും സംഭവിച്ചത്, അല്ലേ അച്ഛാ? സത്യം പറഞ്ഞാൽ എനിക്കൊരു ഐഡിയയും കിട്ടുന്നില്ല. വരുൺ ബഹളം വെച്ചതോടെ കാര്യങ്ങൾ അവസാനിച്ചതാ. പക്ഷേ ഏട്ടന്റെ ആ ഇടപെടലുണ്ടല്ലോ, അതിലാ എല്ലാവരും ഒതുങ്ങിപ്പോയത്. അല്ലെങ്കിൽ പകല് വിവാഹവും രാത്രി വിവാഹമോചനവും നടന്നേനെ. നിങ്ങളൊരു കാര്യം ചെയ്യും, നാളെ പകൽ അവനെ തനിച്ചു കിട്ടുമ്പോ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ടൊന്ന് ചോദിച്ച് മനസ്സിലാക്ക്. അവൻ ആഗ്രഹിക്കുന്നത് എന്തായാലും അതിന്റെ കൂടെ നിൽക്കാമെന്ന് അവന് വാക്ക് കൊടുത്താ അവൻ മനസ്സ് തുറക്കില്ലേ? നേരം വെളുക്കട്ടെ. ഈ ജാതകത്തിന്റെ കാര്യമൊക്കെ എല്ലാവരും പറയുമെങ്കിലും തൊട്ടപ്പുറത്ത് വിധി എന്നൊരു വാക്കുകൂടി എല്ലാവരും പറയാറുണ്ടല്ലോ. പ്രിയങ്കയുടെയും വരുണിന്റെയും ജാതകങ്ങൾ ചേർച്ചയുണ്ട്. പക്ഷേ ഒന്നിച്ച് ജീവിക്കാനുള്ള വിധി മറ്റാർക്കുമാണ്. എന്തായാലും ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം. ഈ പ്രശ്നത്തിന്റെ പേരിൽ കുടുംബത്തിനെ എതിർക്കാനാണ് വരുണിന്റെ തീരുമാനമെങ്കിൽ കണ്ണും പൂട്ടി ഞാൻ അവന്റെ കൂടെ തന്നെ നിൽക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ വിധിയുണ്ടല്ലോ, അവന്റെ കൂടെ ജീവിക്കാനുള്ള ഒരു പെണ്ണിന്റെ വിധി. അതൊരു പക്ഷേ നിന്റെ അനുജത്തിയുടെ തലയിലാണ് എഴുതിയിരിക്കുന്നെങ്കിലോ? അത് നടപ്പിലാക്കാൻ വേണ്ടിയാണ് നമ്മുടെ കൺമുമ്പില് ഈ കാണുന്നതൊക്കെയെങ്കിലോ? ഒരു കാര്യത്തില് നമുക്ക് ആശ്വസിക്കാം. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള വരുണിന്റെ ജീവിതം പ്രശ്നങ്ങൾ നിറഞ്ഞതായിരിക്കും. വരുണിന്റെ സ്വസ്ഥത നഷ്ടപ്പെട്ടാല് ഈ കുടുംബത്തിന്റെ സ്വസ്ഥത നഷ്ടപ്പെടും. ചിലരൊക്കെ വീണൊന്നും ഇരിക്കും. ആ അവസരം നമുക്ക് മുതലെടുക്കാൻ സാധിച്ചാൽ മതി. ഗൗതം എടുത്തു ചാടി ഒന്നും ചെയ്യരുത്. പ്രത്യേകിച്ച് നീ എന്ത് കാര്യമുണ്ടെങ്കിലും ചെറിയച്ഛനോട് ആലോചിച്ചിട്ട് മാത്രം ചെയ്താ മതി. മനസ്സിലായോ? വരുണിനെയും പ്രിയങ്കയും മണിയറയിൽ ഒന്നിച്ചാക്കിയിട്ടുണ്ട്. ആർക്കറിയാം നാളെ നേരം വെളുക്കുമ്പോ അവൻ അവളെ കഴുത്ത് ഞെരിച്ച് കൊന്നിട്ടുണ്ടാവുമെന്ന്. കണിമംഗലം വീടിന് മുകളിൽ നാളെ രാവിലെ സൂര്യൻ ഉദിക്കുന്നത് പല പുതിയ വാർത്തകളും കൊണ്ടായിരിക്കും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.